വന്ന് നമ്മളെ ഇംപ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. And he have joined us today to make us all happy. So everybody ഒന്നുകൂടി ഉറക്കെ ഒരിക്കൽ കൂടി let's all give it up for the wonderful Chakoji. And ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള പുതിയ ചിത്രം നമ്മുടെ ഫെബ്രുവരി 20th റിലീസ് ചെയ്യുന്ന പുതിയ മൂവിയുടെ പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടാണ്. ആ മൂവി ക്രൂസിൽ ഉള്ള എല്ലാവരും മിക്കവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് വളരെയധികം സുപരിചിതമായ ഒരുപാട് മുഖങ്ങളുണ്ട്, ആദ്യമായി കാണുന്ന മുഖങ്ങളുമുണ്ട്. പക്ഷേ ഐ ക്യാൻ ടെൽ യു ഫോർ ഷുവർ ദാറ്റ് യു ആർ ഗോണ ലവ് ഈച്ച് വൺ ഓഫ് ദം. അത് മാത്രമല്ല, നമ്മൾ ചാക്കോജിയെ പറ്റി പറഞ്ഞു, നമ്മൾ ഒരുപാട് പേര് ഹൃദയത്തിലേറ്റി അല്ലെങ്കിൽ ഫിലിംസിലൂടെയും റിയാലിറ്റി ഷോയിലെ ജഡ്ജിങ്ങിലൂടെയൊക്കെ നമ്മളുടെ മനം കവർന്നെടുത്ത ഒരാളൂടെ ഇവിടെയുണ്ട്. ആരാണ്? Yes, ladies and gentlemen, Lulu Mall Cochin, let's give it up for Priya ji. Yes, so officer on duty പറ്റിയൊക്കെ പറയാനായിട്ട് ഇവിടെ ആ മൂവി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ I can assure you on one thing, everybody is gonna like it. കാരണം എനിക്ക് തോന്നുന്നു സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള മെസ്സേജസ് മെസ്സേജസും അതുപോലെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസും ആയിരിക്കും ആ മൂവി നിങ്ങൾക്ക് തരുന്നത്, വിത്ത് നോ ഡൗട്ട്. കാരണം ഒരുപാട് പോലീസ് ചിത്രങ്ങൾ നമുക്ക് വേണ്ടി സംവിധാനം ചെയ്ത അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്ത ഒരുപാട് ടെക്നീഷ്യൻസും ഒരുപാട് പേരുടെയും എഫേർട്ടാണ് ഈ ഒരു മൂവി ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആൻഡ് ടുഡേ നമ്മൾ ഇവിടെ മൂവി പ്രൊമോഷൻ മാത്രമല്ല, വി ഹാവ് കപ്പിൾ ഓഫ് തിങ്സ് വിച്ച് ഇസ് അബൌട്ട് ടു ഹാപ്പൻ ഹിയർ. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഒരു ബുക്ക് ലോഞ്ച്, നമ്മുടെ സ്റ്റോറി ബോക്സ് എന്ന് പറയുന്ന ഒരു ബുക്ക് ലോഞ്ചാണ് നമുക്ക് ആദ്യമായി ഇവിടെ നടക്കുന്നത്. യെസ്, നമ്മുടെ ഫണ്ടൂര നമുക്കറിയാം, നമ്മളുടെ കുട്ടികളൊക്കെ വായിച്ച് വളരേണ്ട പ്രായത്തിൽ the shift have changed, right? The interests have changed, so it has shifted, and we wanted to make sure that നമ്മുടെ കുട്ടികൾക്ക് for all the kids who comes to Fantura, we wanted to give them something very special. ആ ഒരു റീഡിംഗ് ഹാബിറ്റ് വളർത്തിയെടുക്കാനായിട്ട് we are going to relaunch something that was there before. ഇന്ന് ഒത്തിരി സന്തോഷത്തോടെ we are going to relaunch a book. And but before I talk much about the book, let us give a cute glimpse of the teaser of what is going to be launched here. So I request everybody's attention over to the audio visuals. Ladies and gentlemen, meet my friends Pick and Nick. Do you guys know who I am? I'm no ordinary man. I am Shaman. Yes, that was a wonderful teaser of the book that we are going to launch here. It is called Story Box. Story Box നമ്മളുടെ കുട്ടികൾക്ക് പുതിയ 2-3 ബെസ്റ്റ് ഫ്രണ്ട്സിനെ കൂടെ നമ്മൾ കൊടുക്കുകയാണ്. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ യു മൈറ്റ് ഹാവ്, നമ്മുടെ കിഡ്സ് മൈറ്റ് ഹാവ് സീൻ ദിസ് വണ്ടർഫുൾ ഷെയർമാൻ. അപ്പോൾ ഷെയർമാൻ്റെ കുറച്ച് അഡ്വഞ്ചേഴ്സും കാര്യങ്ങളും ഒക്കെയാണ്. മാത്രമല്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പസിൽസും അതുപോലെ അവർക്ക് ബ്രെയിൻ ടീസേഴ്സും അതുപോലെ ഗിഫ്റ്റ്സും ഒക്കെ അതിനകത്ത് ബുക്സിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഉള്ളൊരു ബുക്കായിരിക്കും. നമ്മളുടെ ഫണ്ടൂരയിലെ പുതിയ കാർഡ് എടുക്കുന്ന എല്ലാ മെമ്പേഴ്സിനും വിൽ ബി ഗിവിംഗ് അവേ ദ ബുക്സ്. സോ എവറിബഡി മേക്ക് ഷുവർ യു ഗെറ്റ് ദീസ് വണ്ടർഫുൾ ബുക്ക് ഫോർ യുവർ കിഡ്സ് സോ ദാറ്റ് അവർ വായിച്ച് അറിഞ്ഞ് വളരട്ടെ. ആൻഡ് ഇറ്റ് ഈസ് ടൈം ഫോർ ദ ലോഞ്ച് ഓഫ് ദി സ്റ്റോറി ബോക്സ്. അതിനായിട്ട് നമ്മുടെ മെയിൻ ഗസ്റ്റിനെ വിളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിന് പിന്നിൽ ലുലു come up with every time Lulu makes sure to come up with something that is creative and പലരും അത് പല പ്രായക്കാർക്കും ഒരുപാട് രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് ലുലു കൊണ്ടുവരാറുണ്ട്. ആൻഡ് ഹിയർ നമുക്ക് ഇന്നിവിടെ ഒരു ചെറിയൊരു റാം ഷോ ഉണ്ടായിരുന്നു which was called The Little Prince and Princesses for the kids between the age of 3 to 6 and all the kids have wonderfully walked the ramp. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ലുലുവിൻ്റെ ഒരു ഗിഫ്റ്റാണ് ഈ സ്റ്റോറി ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ആൾക്കാരുടെ പ്രസൻസ് ഇല്ലാതെ വി കനോട്ട് കംപ്ലീറ്റ് ദ ലോഞ്ച്. നമ്മുടെ ചീഫ് ഗസ്റ്റിനെ വിളിക്കുന്നതിന് മുന്നേ എനിക്ക് വിത്ത് യുവർ പെർമിഷൻ I would like to call few people to join me on stage. Shall I?
Yes, thank you. So, I would like to call upon Mr. Tashmil Ghafoor. He is the Executive Director for BMG Animations. ഒരുപാട് സ്നേഹത്തോടെ I request Mr. Tashmil Ghafoor to join me on stage. Yes, hi. Moving on, next I request Mr. Vishnu Raghunath, General Manager for Lulu Mall Kochi, to join me on stage. I welcome. So we have Mr. Vishnu Raghunath. The next I request Mr. Muhammad Yunus, Chief Editor for Storybox, to come and join me on stage. Man and lady of the hour, I would call. So ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഈ ഒരു സ്റ്റോറി ബോക്സിന്റെ ലോഞ്ചിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ചാക്കോജിയെയും അതുപോലെ പ്രിയജിയെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. And this is the first time they're coming to the stage today. So Kochi, it is time to show our love. Everybody. Yes. അപ്പോൾ we have all the dignitaries on stage. And ഒരുപാട് സ്നേഹത്തോടെ we have Chakoji and Priyaji along with all the other dignitaries. Now it is time to unveil the story box, which is going to be a wonderful, wonderful gift for all the kids. And everybody, let's give it up as Chakoji and Priyaji unveil the story box. നമ്മുടെ Sherman is here. Sherman will be joining the adventure along with Pig and Nick. നമുക്ക് beautiful ആയിട്ടുള്ള രണ്ട് characters കൂടെ ഉണ്ട് along with Sherman. So I am sure നമ്മുടെ kids are gonna love it. So we have launched it. So thank you so much. This is going to be the book. അപ്പോൾ ഇത് ഒരു monthly subscription based ആയിട്ടുള്ള ഒരു book ആയിരിക്കും. Every month your kids can get one of the story box copies. അതുകൂടാതെ നമ്മുടെ രണ്ട് വീഡിയോസ് നമ്മുടെ BMG ചാനലിൽ, നമ്മുടെ യൂട്യൂബ് ചാനലിൽ, BMG ആനിമേഷൻ ചാനലിൽ എല്ലാ മാസവും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ മേക്ക് ഷ്യൂർ യുവർ കിഡ്സ് ഡു നോട്ട് മിസ് ദാറ്റ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ് ഫോർ ദ ലോഞ്ച്. കഴിഞ്ഞിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ റാമ്പ് ഷോ ഹാപ്പൻഡ് ആൻഡ് ഇറ്റ് വാസ് സ്പെക്ടാക്കുലർ. നമ്മൾ പറയുന്നത് പോലെ നേച്ചർ, യെസ്, that would have been bad, right? Yes, so nature and creativity, we saw that together on this ramp. And now it is time to know about the winners. അതിനു മുന്നേ എനിക്ക്, with your permission, with all of your permission, I would like to call 3 more people who took their effort to judge that beautiful show. മറ്റാരുമല്ല, നമ്മളുടെ 3 wonderful judges who have played an amazing role in the movie. I request Meenakshi, Aishwarya and Leah Mohammed to kindly join us. They have done an amazing job judging the panel. I am telling you, it was not easy. എനിക്ക് 1-2 പേരെയും കൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനുണ്ട്. ജൂനിയർ കില്ലറാണ് നമ്മളുടെ ഈ വർഷത്തെ ഷോ സ്പോൺസർ ചെയ്തത്. ജൂനിയർ കില്ലറിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് I request Mr. Sunil to kindly join us. I also request Mr. Sukumaran, Senior Operations Manager for Lulu Mall Kochi, to join us. I invite Mr. Biju K.R., Security Manager for Lulu Mall Kochi, to join us. Yes. So we are going to know the results. Before that, with your permission, I would like to ask the judges how the show was. So let's start with Meenakshi. ഭയങ്കര നല്ലതായിരുന്നു. ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളാരും ഇതുവരെ അങ്ങനെ ഞങ്ങളെ ജഡ്ജ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഞങ്ങളാരും ജഡ്ജ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും കുഞ്ഞി ആൾക്കാരായതുകൊണ്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എല്ലാവരും പോലെ തന്നെ ഞങ്ങളും ഒത്തിരി എൻജോയ് ചെയ്തു. ഹലോ ഋതുമാൻ, ഞങ്ങളുടെ ഫസ്റ്റ് ടൈമാണ്. സോ എവ്രി വൺ വാസ് സോ ഗുഡ് ആൻഡ് വെരി അഡോറബിൾ ആൻഡ് ഹാറ്റ്സ് ഓഫ് ഫോർ ദ പേരൻസ്. അവർ ഇത്രയും ഭംഗിയായിട്ട് എല്ലാവരെയും ഒരുക്കി റെഡിയാക്കി ചെയ്തിട്ടുണ്ട്. സോ എവ്രി വൺ ഈസ് വിന്നർ ഹിയർ ആൻഡ് വി ഡിഡ് അവർ ബെസ്റ്റ്. Yes, and coming to you.
all so cute. Thank you so much for bringing your children here today. Parents ആണെങ്കിലും you worked so hard. The കാണുന്നുണ്ടായിരുന്നു, which is very nice. And it's lovely to see parents that support their children. I think that's so important. Thank you. Yes, thank you so much once again for watching this beautiful show. And we'll come back to you for the promotion and to hear the movie stories. So we'll come back to you after the distribution of the prizes. So it is time to know Junior Killer Presents the Little Prince and Princess 2025 in the winners today announcing in Avasaramana. I request the judges to announce the winners. We will be announcing the prince first and the princess next. So they will be getting a crown along with a sachet and a cash prize of 10,000 rupees. So, and before that, when they walked the ramp, and those kids were amazing. So, everybody, let's give a loud round of applause for Lulu Mall Cochin for giving them an opportunity to all the kids and their parents. And with that, it is time to announce the winners. I request the judges to announce the winners. പ്രിൻസിനെയാണ് അനൗൺസ് ചെയ്യുന്നത്. പ്രിൻസും ഒരു പ്രിൻസസുമാണ് അല്ലേ. ഫസ്റ്റ് ആദ്യം തന്നെ പറയട്ടെ, എല്ലാവരും വിന്നേഴ്സാണ്. കാരണം ഇത്രയും ചെറിയ ആൾക്കാരെയൊക്കെ മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദൈവം പിടിക്കും. അതുകൊണ്ട് എല്ലാവരും വിന്നേഴ്സാണ്. പക്ഷേ ഡ്രസ്സിങ്ങിൻ്റെയും മറ്റേ കുട്ടി കുട്ടി പൂക്കളൊക്കെ അറേഞ്ച് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മാർക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രിൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് നമ്പർ 28 ജോർദൻ. Ladies and gentlemen, that is the winner for Junior Killer Presents. The Prince 2025 is contestant number 28, Jordan. And I request, congratulations. And I request Akujan and Priyaji to kindly give him the trophy, the sachet and the certificate. Lulu Mall Cochin, number 2025, the Prince and Princess powered by Junior Killer. Prince ആണ്, the little prince is just number 28 Jordan. And I believe as a prince he deserves കുറച്ചുകൂടി ഒരു കൈയ്യടി appreciation അല്ലേ. Everybody together, let's give it up for this wonderful kid, just number 28 Jordan as the little prince. Congratulations. And next, we are about to know who the little princess is. Everybody was so amazing. But let us see who the winner is. So the princess is chest number 13, Lakshmiya. Congrats. So ladies and gentlemen, that is the little princess for the year 2025. Junior Killer Presents the little princess 2025 is chest number 13, Lakshmiya. The crowning ceremony is about to happen, and we have Sakuchan and Priyaji doing the honors of handing over the gift to the princess. Lulu
let's give them their time, right? Yes. So everybody, Lulu Mall Cochin ഒരിക്കൽ കൂടി നല്ലൊരു കൈയടി for both the winners, for both the little prince and princess. നമ്മൾ സ്റ്റോറി ബോക്സ് ഇവിടെ ലോഞ്ച് ചെയ്തിട്ട് ചെറിയ സ്റ്റോറി ബോക്സിന്റെ ഫസ്റ്റ് കോപ്പി ഡിസ്ട്രിബ്യൂഷൻ ആണ്. We are giving it to the little prince and the princess. So I request Chakochan and Priyaji to hand over the first copy of the story box. We have relaunched the story box for all the wonderful little prince and princesses out there. So here we have the first copy, and congratulations to both of them. Yes, thank you so much. Thank you so much. Yes. So Lulu Mall Cochin, here we have the little prince and princesses of Cochin 2025. Thank you so much. Thank you so much. Thank you so much once again, Chakochan and Priyaji. Thank you so much for doing. Thank you, but I'm not MC Priyanka, I'm Parvati. So, എൻ്റെ ഇൻട്രൊഡക്ഷൻ മുഴുവൻ ചേച്ചി കൊണ്ടുപോയത് കൊണ്ട് ഞാൻ തൽക്കാലം വളരെ ക്രിസ്പായി ഒഫീഷ്യലി വെൽക്കമിങ് യു ഓൾ ടു ദ ഓഡിയോ ലോഞ്ച് ഓഫ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ചാക്കോച്ച, കുറച്ച് വലിയ ഇൻട്രൊഡക്ഷൻ ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നു. പാതി മുക്കാലും ചേച്ചി കൊണ്ടുപോയി. എൻ്റെ കയ്യിൽ ഇനി ഒന്നുമില്ല, സ്നേഹം മാത്രം. ചാക്കോച്ച, അപ്പൊ ഓഫീസർ ഉണ്ടോ ഡ്യൂട്ടിയുടെ ഓഡിയോ ലോഞ്ച് റെഡിയല്ലേ? നമ്മുടെ ചാക്കോച്ച വന്നില്ലേ? ഇനിയെങ്കിലും റെഡിയല്ലേ? ചാക്കോച്ച, പ്രിയാജി, ടീം ബ്ലാക്ക് സ്ക്വാഡ് റെഡിയല്ലേ? ഓക്കെ. സോ നമുക്ക് ആദ്യം എല്ലാ കാര്യത്തിനും നമുക്കൊരു ഓർഡർ ഉണ്ടാവണം. 1997 അനിയത്തി പ്രാവിലൂടെ സുധിയായി, സുനിലായി, അതുപോലെ കൃഷ്ണനുണ്ണിയായി, സുദർശനായി, അങ്ങനെ ക്യൂട്ട് 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 ക്യാരക്ടറിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ ഓഫീസറായി ഹരിശങ്കറായി, ഡിവൈഎസ്പിയിൽ നിന്ന് SIയിലേക്കുള്ള ഒരു സോറി കേട്ടില്ല, CI. അപ്പൊ നല്ല പഠിക്കുന്നതാണ്. അപ്പൊ താഴേക്കാണ് പോകുന്നത്. അപ്പൊ എന്തോ കഴിവുള്ള ഒരു ഓഫീസറാണെന്ന് മനസ്സിലായി. ആൻഡ് ഓഫീസർ ഓൺ ഡ്യൂട്ടി, പേഴ്സണൽ ഡ്യൂട്ടി ആണോ അതോ ഒഫീഷ്യൽ ഡ്യൂട്ടി ആണോ എന്തൊക്കെയോ ഒരു ക്ലൂ ഉണ്ട്. കാരണം ആ ഓൺ ഡ്യൂട്ടി ഒന്ന് എംഫസൈസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു മിടുക്കൻ നമ്മുടെ എപ്പോഴും എത്രയൊക്കെ മാറിയാലും നമുക്ക് നമ്മുടെ ചാക്കോസിനെ എപ്പോഴും ക്യൂട്ട് ചോക്ലേറ്റ് ബോയ് ആണ്. ഇപ്പോഴും നോക്കി, ഞാൻ ചെറുതിലെ ചാക്കോസിനെ കണ്ടിട്ടുണ്ട്. ഞാൻ വളർന്ന വയസ്സായി, ചാക്കോസൻ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നു. സോ ലെറ്റ്സ് ഗിവ് എ ബ്യൂട്ടിഫുൾ ട്രിബ്യൂട്ട് ടു അവർ ചാക്കോച്ചൻ. ആ ഒരു ഗ്രാഫ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ പക്ഷെ ഇപ്പൊ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും ഭയങ്കര ക്യൂട്ടാ. അതിൽ കാണുമ്പോൾ എന്തോ ഒരു കുഴപ്പം. സോ ആ ഒരു മൂഡ് പിടിച്ചോണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ഒരു മോഷൻ പോസ്റ്റർ കൂടി കണ്ടാലോ? യെസ്, ഫെബ്രുവരി 20th അറിയാം ഈ ഓഫീസിന്റെ ഡ്യൂട്ടി എന്താണെന്ന്. സോ ഈ ഒരു മൂവിക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. സാധാരണ നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് പ്രൊമോഷൻസ് കണ്ടിട്ടുണ്ടെങ്കിലും ബിഗ്ഗസ്റ്റ് മൂവി ഹോർഡിംഗ് ഇൻ കേരള നമ്മുടെ ഓഫീസിന്റെ ഡ്യൂട്ടിയുടെയാണ് ചാക്കോച്ച ജയിച്ചിരിക്കുന്നു. സോ നമുക്ക് ആ ഒരു ഹോർഡിംഗ് കണ്ടാലോ? നമുക്ക് എല്ലാവർക്കും ഒന്ന് തൃപ്പൂണിത്തുറ പോയിട്ട് ചിലപ്പോൾ അത് കാണാൻ പറ്റിയില്ലെങ്കിലോ? 152 × 46 സായിബാഗേന്റെ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മത്സരമാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി.
20th ആവാൻ വേണ്ടി തന്നെ. ഇനി നമ്മളെല്ലാവരും ട്രെയിലർ കണ്ടു. ട്രെയിലർ അടിപൊളിയായിരുന്നു. ട്രെയിലർ ഇപ്പം തന്നെ 30 lakhs മുകളിലായി. നമുക്ക് അതോടുകൂടി എക്സ്പെക്ടേഷൻ വേറെ ലെവലിലേക്ക് പോയി. പക്ഷേ നമുക്ക് ഈ ടീമിൻ്റെ കൂടെ ഇരുന്ന് ട്രെയിലർ കാണുന്നത് ഒരു പ്രത്യേക ഒരു രസമല്ലേ? കാരണം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും മാത്രമാണ് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുക. ആ ഒരു ഫിലിമിൻ്റെ ടീമിൻ്റെ കൂടെ തന്നെ ആ ഒരു ട്രെയിലർ കാണാന്ന് പറഞ്ഞാൽ കണ്ടാലോ? അനക്കമില്ലല്ലോ. കാണാം, ഇവിടെ താഴെ കാണാം. ടീം നിങ്ങളും റെഡിയല്ലേ? യെസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടി ടീമിന്റെ കൂടെ ആ ട്രെയിലർ ഒന്ന് കാണാം. ഹലോ ഓഫീസർ. ഓക്കെ, എങ്ങനെയുണ്ട് ട്രെയിലർ? കുറെ കൂടുതൽ കേട്ടിട്ടുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് കൈയടിക്കോ? ഓക്കെ. സോ നമ്മുടെ ടീമിന് കുറച്ച് പേർക്ക് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വൈകിപ്പിക്കണ്ട. നമുക്ക് നേരെ ഇന്നത്തെ നമ്മുടെ ഇവന്റിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കാം. ദി ഓഡിയോ ലോഞ്ച്. സോ ഓഡിയോ ലോഞ്ചിലേക്കായി ഞാൻ നമ്മുടെ ടീമിനെ മുഴുവനായി ക്ഷണിക്കുന്നു ഇങ്ങോട്ട്. ആൻഡ് നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് നിയോൺ റൈഡ് എന്ന സോങ് ആണ്. ആൻഡ് ഇറ്റ്സ് സങ് ബൈ ബേബി ജി, സെബ ടോമി ആൻഡ് രമ്യ റാവ്. സോ ഗായ്സ്, ദ മ്യൂസിക് ഈസ് ജെക്സ് ബിജോയ്. സോ നമുക്ക് നമ്മുടെ ടീമിനെ വിളിക്കാം. കുഞ്ചാക്കോ ബോബൻ, നമ്മുടെ സ്വന്തം ചാക്കോച്ചൻ, പ്രിയമണി, പ്രിയാജി, ജിത്തു അഷ്റഫ്, the director, ഷായി കബീർ, the writer, ജെക്സ് ബിജോയ്, the music director, and the team, Vaishak, Meenakshi, Laya, Aishwarya, Unilalu, Hannabella, Vishnu, Ramya Ram, Shaki, and the producers, Rajat Nair and Sibi Chawda. And Vishal, Vaishak Shankar, നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു വെരി മച്ച്. ലുലുവിൻ്റെ മാറിയ ഒരു ഫസാഡ് പോലെയാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ അവിടെയാണ് ശരിക്കും സ്റ്റേജ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇവിടെയാകുമ്പോൾ നിങ്ങളെ കുറച്ചുകൂടെ നന്നായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ താങ്ക് യു. എല്ലാവർക്കും സുഖമല്ലേ? അടിപൊളി. 20-ാം തീയതി നമ്മൾ ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി ആയിട്ട് കുറച്ച് ആൾക്കാർ, നല്ല ആൾക്കാർ, അതായത് ഒരു പിടി നല്ല പോലീസ് സിനിമകൾ നൽകിയിട്ടുള്ള ടെക്നീഷ്യൻസിൻ്റെ കൂടെയുള്ളൊരു സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഒരു പുതുമുഖ സംവിധായകനാണ്. പക്ഷേ അദ്ദേഹത്തിന് കുറേ വർഷങ്ങളുടെ പരിചയമുണ്ട്. കുറേ നല്ല സിനിമകളിൽ സംവിധാന സഹായിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നണിയിലുള്ള പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലാണെങ്കിലും അതായത് സ്ക്രിപ്റ്റ്, ക്യാമറ, എഡിറ്റിംഗ്, മ്യൂസിക്, ഇതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ടാലൻറ്റുകൾ ഈ സിനിമയുടെ പുറകിലുണ്ട്. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായിട്ടും നായാട്ട് പോലെയുള്ള, ഇരട്ട പോലെയുള്ള, ഇലവിട പുഞ്ചിറ പോലെയുള്ള നല്ല നല്ല പോലീസ് സിനിമകൾ നൽകിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പുറകിലുണ്ട്. മാർട്ടിൻ പ്രകാർ, ഷാഹി കബീർ, അതുപോലെ റോബി രാജാണ്, കണ്ണൂർ സ്ക്വാഡ് ചെയ്ത റോബി രാജാണ് ഇതിന് ക്യാമറ ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാവരും പോലീസ് സിനിമകൾ ചെയ്തിട്ടുള്ള വ്യക്തികളാണ്.
അപ്പോൾ അവരിൽ നിന്നും ഒരു പോലീസ് സിനിമ വരുമ്പോൾ അത് എത്രത്തോളം അവരിതിന് മുമ്പ് ചെയ്ത സിനിമയിൽ നിന്നും വ്യത്യസ്തമാക്കാനായിട്ട് ശ്രമിക്കുമെന്നുള്ളത് നമുക്ക് 20-ാം തീയതി അറിയാൻ സാധിക്കും. തീർച്ചയായിട്ടും ഒരുപാട് വിശ്വാസത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് എഫേർട്ട് ആ സിനിമയുടെ പുറകിലുണ്ട്, ഒരുപാട് ക്രിയേറ്റീവ് ടാലൻസ് ഈ സിനിമയുടെ പുറകിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരുടെ ഇതിനു മുമ്പ് കണ്ടുള്ള സിനിമകളുടെ അതേ വിശ്വാസ്യതയും അതേ സ്വീകാര്യതയും നൽകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മലയാള സിനിമ ഒരു നല്ലൊരു ഫേസിലൂടെയാണ് പോകുന്നത്. കാരണം നല്ല സിനിമകളെ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹം ഇപ്പോൾ ഇവിടെയുണ്ട്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ലോകം എമ്പാടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചു എന്നൊരു വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും 20-ാം തീയതിയാണ്, അത് നിങ്ങളുടെ കൈകളിലാണ് അതിന് റിസൾട്ട് ഇരിക്കുന്നത്. സോ ഹോപ്പ്ഫുള്ളി ഒരു നല്ലൊരു എൻ്റർടൈനർ, നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു എൻ്റർടൈനറായിട്ട് തന്നെ നല്ലൊരു സിനിമയായിട്ട് തന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി മാറും എന്നുള്ള വിശ്വാസത്തോടുകൂടി കൊണ്ടുവരികയാണ്. തൽക്കാലം ഇവിടെ ഈ സിനിമയുടെ നിയോൺ റൈഡ് എന്നുള്ള മ്യൂസിക്കിൻ്റെ സിനിമ പാട്ടിൻ്റെ ഓഡിയോ ലോഞ്ചാണ് നടക്കുന്നത്. ജെയ്ക്സ് ബിജോ നമുക്കറിയാം, ഒരുപാട് നല്ല കിടുക്കാച്ചി ഗാനങ്ങൾ നൽകിയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു വൈബ് സോങ് തന്നെയായിരിക്കും ഈ സിനിമയിൽ കാണാനായിട്ട് സാധിക്കുന്നത്. സോ അധികം താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ ഓഡിയോ ലോഞ്ചിലേക്ക് ഇറങ്ങാം. സോ ഇറ്റ്സ് അപ്പ് ടു യു. യെസ്, അതിനു മുന്നേ പ്രദീപ് സീരീസ് ഫാസ്റ്റ് ഫിലിംസ് ഓവർസീസ് പാർട്ട്ണർ, ബിനു സേവിയർ മ്യൂസിക് പാർട്ട്ണർ സരിഗമ, സുജിത് നായർ ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ ഡ്രീം ബിഗ് ഫിലിംസ്, ഈ 3 പേരെയും ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ടീമിനെ നിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സോങ് ലോഞ്ച് ചെയ്യാം. ഓൺ ദ സ്ക്രീൻ എല്ലാവരും ഒന്ന് കെയർഫുൾ ആയി നിൽക്കണം കേട്ടോ. അടുത്ത റീലിന് ഫ്രണ്ട്സിനുള്ള സംഭവം ഇതേ വരുന്നുണ്ട്. സോ ടീം എല്ലാവരും തിരിച്ചൊന്ന് സ്റ്റേജിലേക്ക്. സോ ഈ പാട്ട് ആരും യൂട്യൂബിൽ ഇടുകയോ അല്ലെങ്കിൽ എവിടെയും വീഡിയോ എടുത്തിടുകയോ ചെയ്യരുത്, റൈറ്റ്സ് ഇഷ്യൂ ഉണ്ടാവും. സോ യെസ് ടീം, നിങ്ങൾക്കൊരു ടാസ്ക് ഞാൻ നടുക്ക് തന്നെ തരാം. കം ഓൺ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടാസ്ക്, കാരണം ഇനിയിപ്പോൾ ഇതൊരു യൂട്യൂബിൽ ട്രെൻഡ് ആവാൻ പോവാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ കാണിക്കുന്ന വിഷ്വൽസ് വേറെ ആണെന്നുണ്ടെങ്കിലും ഇത് ഒരു തുടക്കത്തിൽ അത് സ്പാനിഷ് ആയിരുന്നു കേട്ടോ, എനിക്കും അറിയില്ലായിരുന്നു. സോ ആ സ്പാനിഷ് ലൈൻ പാടിയ ആളുടെ അടുത്തുനിന്ന് നമുക്ക് ആ 4 ലൈൻസ് കേട്ടിട്ട് നമുക്ക് നമ്മുടെ ഹുക്ക് സ്റ്റെപ്പ് ചാക്കോസിനെ പഠിക്കാം. Once again, so happy to be here, and I've sung 4 lines of the Spanish portion, so I'll sing a few lines of that. Con ese fuego ardiendo dentro de ese corazón, el cemento infatuando un mito, mientras la sangre cae por sus venas y llena de furia en sus ojos, ambiente y luz plena, él atraviesa a sus enemigos. Thank you so much. Love you guys. എല്ലാം മനസ്സിലാവുന്ന കുഴപ്പമില്ലല്ലേ? താങ്ക് യു രമ്യ. സോ ഇനി ഈ പാട്ടിന്റെ ആദ്യത്തെ 4 വരി പഠിക്കുന്നത് നമുക്കൊരു ടാസ്ക്കാണ്. സോ സിംഗേഴ്സ്, ഈ 4 വരി പഠിച്ചിട്ട് നിങ്ങളും റീലുകൾ ഇടുക. ഓക്കെ? സോ ഓവർ ടു ചാക്കോച്ചൻ ആൻഡ് അവർ ഹുക്ക് സ്റ്റെപ്സ്. ചാക്കോച്ചൻ ബൈക്ക് പിടിച്ചിട്ടുണ്ടോ? ഞാൻ വേണേ പിടിച്ചേക്കാം. ഇതിൽ പോലീസ് ഓഫീസറാണ് ഞാൻ. അത് സാരില്ല, നമുക്ക് പക്ഷെ ചാക്കോച്ചൻ അങ്ങനെയല്ല. ഞങ്ങൾ പഠിച്ചത് ചാക്കോച്ചൻ ഇങ്ങോട്ട് വന്നേ, അങ്ങോട്ട് നോക്കിയേ, പൂന്തോട്ടം കാണുമ്പോൾ ഞങ്ങൾക്ക് ചാക്കോച്ചനെ ഒരു രാജമല്ലിക്കാണ് ഓർമ്മ വരുന്നത്. അവിടെ നിറയെ പൂക്കൾ, ചാക്കോച്ചൻ ഞങ്ങൾക്ക് സത്യമായിട്ടും ഓ പ്രിയ ഒരു രാജമല്ലി മറ്റേ മിഴിയറിയാതെ ഇടയ്ക്കാണ് ഓർമ്മ വരുന്നത്. ചാക്കോച്ചൻ കമോ ഡാൻസ്. അതിന്റെ ആവശ്യം വേണ്ട. പ്രിയാജി ഡാൻസർ ആണ്, ഞങ്ങളില്ലേ ഈ ശരിക്കും ഈ സിനിമയിൽ റംസാൻ ഉണ്ട്. റംസാൻ ഒരു നല്ലൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. റംസാൻ ഇല്ലാത്തൊരു വേദിയിൽ നമ്മൾ ഡാൻസ് ചെയ്യുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. സാരമില്ല, എന്താ സുഖമല്ലേ? റംസാൻ ക്ഷമിച്ചിരിക്കുന്നു ചാക്കോച്ചനോട്. റംസാനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കാം. ഹുക്ക് സ്റ്റെപ്പ് ആണോ ഇല്ലെന്നുള്ള നിയമനപ്പനെ അറിയാം. ഇതാണ് നമ്മുടെ ഹുക്ക് സ്റ്റെപ്പ്.
ഈ ചേച്ചി കൈ കിട്ടിയാണല്ലോ പിഴിഞ്ഞെടുത്ത്. താങ്ക് യു ഒരു വണ്ടർഫുൾ സോങ്ങാണ് ഇത്. അതൊരു വൈബുള്ള സോങ്ങാണ്. നമ്മുടെ ജയം ജെയ്സ് ഇനിയും നല്ല കാര്യങ്ങൾ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി അത് ഈ വരുന്ന ദിവസങ്ങളിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് വെള്ളം തരുമോ? ഇവിടെ യാതൊരു തയ്യാറെടുപ്പില്ലാതെ സ്നേഹം കൊണ്ടല്ലേ ചാക്കോച്ച? ചക്കര ഇവിടെ കണ്ടോണ്ടിരിക്കുകയല്ലായിരുന്നു, വേറെ ഒന്നും ചെയ്തില്ല. വെള്ളം തുറന്നു തന്നില്ലേ? സോ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് നല്ല ടാലൻസ് ഈ സിനിമയുടെ മുന്നിലും പിന്നിലും ഉണ്ട്. സോ ഹോപ്പ്ഫുള്ളി ഓൺ 20th നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഈ സ്നേഹവും ഈ പ്രോത്സാഹനം തരിക. അടുത്ത മാസം 28 വർഷം നിങ്ങളുടെ മുന്നിൽ സിനിമകളിലൂടെ നിൽക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. താങ്ക് യു ഫോർ ഓൾ ദ ലവ്. താങ്ക് യു. ഇനി നല്ല സിനിമകളിലൂടെ നല്ല കഥാപാത്രങ്ങളിലൂടെ വീണ്ടും വരും എന്ന് ഉറപ്പ് തന്നുകൊണ്ട് ഓഫീസർ ഡ്യൂട്ടി അതിലെ ഹരിശങ്കർ നിങ്ങളുടെ മുന്നിൽ തരികയാണ്. ഫ്രം February 20th onwards. താങ്ക് യു ഫോർ ഓൾ ദ ലവ്. Thank you so much, Chakkucha. We all love you. Yes. ഇല്ല. പ്രിയജി, അത് പറ്റില്ല. അല്ല, ഒരൊറ്റ വാക്ക്. കാരണം പ്രിയാജിന്റെ പ്രൊമോഷൻ ഒന്നും കണ്ടില്ല. എല്ലാവർക്കും പ്രിയാജിന്റെ ഒരു വാക്ക് വിഷമമുണ്ട്. എന്റെ പ്രൊമോഷൻസ് ഉണ്ട്. എന്നാലും ഒരു വാക്ക്. ഇവിടെ എല്ലാവരും പ്രിയാജി എന്തെങ്കിലും പറയാൻ കാത്തിരിക്കുകയാണ്. ഹലോ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഈ ചാക്കോച്ചൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ എന്താ പുതിയതായിട്ട് എനിക്ക് പറയാനൊന്നുമില്ല. പക്ഷേ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. നേര് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത റിലീസാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. അതിന് ഈ എല്ലാ ടീമിനും ഐ താങ്ക് യു സോ മച്ച് ഫോർ ഹാവിങ് മീ പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ്. ആൻഡ് വരുന്ന 20-ാം തീയതി റിലീസാണ്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണല്ലേ? താങ്ക് യു ഫോർ ഓൾ യുവർ ലവ് ആൻഡ് സപ്പോർട്ടേഴ്സ്. താങ്ക് യു സോ മച്ച് പ്രിയാജി. യെസ്. സോ നമ്മുടെ ബാക്കി ടീംസിനോടും കൂടി നമുക്ക് ഇവരെല്ലാവരും സീനിയറാണ്. ബാക്കി യങ് ടീം ഇവരെ യങ് ആണെന്നേ ഉള്ളൂ. ഇവർ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ ഹലോ ഓഫീസർ, വേറെ ഡ്യൂട്ടിയിലായിരുന്നു. ഓക്കെ. യെസ്. സോറി. ഓക്കെ. യെസ്. ഓക്കെ. എല്ലാം പോയി റിലേറ്റഡ്. ഓക്കെ. വിശാൽ, കുപ്പി ആണ് നമ്മുടെ മനസ്സിലാദ്യം കിടക്കുന്നത്. പക്ഷെ കിട്ടുന്ന എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര അടിപൊളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ മനസ്സിലായൊരു തല്ലിപ്പൊളിയാണ്. യെസ്. ചെല്ലുകൂടി ക്യാരക്ടർ. ഹലോ ലുലു, നമസ്കാരം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് താങ്ക് യു സോ മച്ച്. ഈ ഒരു റിസപ്ഷൻ, ഈ ഒരു വെൽക്കം ഞങ്ങൾക്ക് തന്നതിന്, ഞങ്ങളുടെ ഈ ടീമിന് ഇത്രയും സ്നേഹം തന്നതിനും താങ്ക് യു സോ മച്ച്. ഓഫീസർ ഡ്യൂട്ടിയിൽ ഞാൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിൻ്റെ പേര് ക്രിസ്റ്റി എന്നാണ്. പുള്ളി കുപ്പീനെ പോലത്തെ ഒരു ക്യാരക്ടറേ അല്ല നിങ്ങൾ കണ്ട പോലെ. ബട്ട് ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ ഫിലിം. February 20th പടത്തിൻ്റെ റിലീസ്. എന്തായാലും പോയി കാണാൻ, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ പ്രിയാജിക്കും ചാക്കോച്ചിനും അവർക്ക് ഫ്ലൈറ്റിന് ടൈമായി, അവർക്ക് പോകാനുള്ള ടൈമായി. സോ അവർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനി നിങ്ങളുടെ കയ്യിലാണ് February 20th അല്ലേ ചാക്കോച്ച? യെസ്. പ്രിയാജി, അപ്പോൾ നമ്മൾ ചാക്കോച്ചിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും ഈ 28 years കവർ ചെയ്യുമ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ വിജയം. റൈറ്റ്? സോ താങ്ക് യു സോ മച്ച് ചാക്കോച്ച. ആൻഡ് പ്രിയാജി, ഒരുപാട് ബ്രേക്ക് എടുക്കാതെ മലയാളത്തിൽ വീണ്ടും പറഞ്ഞു. ഓക്കെ. വി ഓൾ ലവ് യു. നിങ്ങളുടെ സ്നേഹം കാരണം എനിക്ക് പോകാൻ തോന്നുന്നില്ല. ഫ്ലൈറ്റ് പോകണമെങ്കിൽ പോട്ടെ അല്ലേ? ഞാൻ നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് ഒരാളും കൂടെ വരുന്നുണ്ട്. അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പം ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഇതിൽ നിൽക്കുന്നവരെ കൂടാതെ ജഗദീഷ് ചേട്ടനുണ്ട്, മനോജ് ചേട്ടൻ, മുത്തുമണി, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ പുതിയ ആൾക്കാർ, പുതുമുഖങ്ങളുണ്ട്. ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള എല്ലാ ജനറേഷനിലുള്ള ആൾക്കാർ ഈ സിനിമയിലുണ്ട്. നമ്മുടെ സമൂഹത്തിലുള്ള കുറച്ച് വിഷയങ്ങളും ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ അത് വളരെ എൻ്റർടൈനിങ് ആയിട്ട്, എൻഗേജിങ് ആയിട്ട് പറയാനായിട്ടാണ് ശ്രമിച്ചിട്ടുള്ളത്. സോ അത് ആ സിനിമ കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അതിൻ്റെ രീതിയിൽ തന്നെ നമ്മുടെ സമൂഹത്തിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ
അത് തന്നെ ആയിരിക്കും ഓഫീസർ ഡ്യൂട്ടിയുടെ ഏറ്റവും വലിയ വിജയം. സോ ഹോപ്പ്ഫുള്ളി തിയേറ്ററിൽ വന്ന് കാണുക, എൻജോയ് ചെയ്യുക, എൻ്റർടൈൻഡ് ആകുക. ആൻഡ് താങ്ക് യു ഫോർ ഓൾ ദ ലവ്. പിന്നെ ആർക്കൊക്കെ സംസാരിക്കാനുള്ളത്? ഇനി ജിത്തു ജെയ്ക്സിനൊരു പാട്ട് പാടുന്നു. വേണ്ട, ഷാഹി, നമുക്കറിയാം ഷാഹി കബീർ എന്ന സ്ക്രിപ്റ്റ് റൈറ്റർ. ഷാഹി വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്, രണ്ടു പേർക്ക് സംസാരിക്കാം. പോലീസുകാരനാണ്, അതുകൊണ്ട് തന്നെയാണ് പോലീസ് കഥകൾ ഏറ്റവും ഭംഗിയായിട്ട് എഴുതാനായിട്ട് പുള്ളിക്ക് സാധിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഇനി പോലീസുകാരനെ വിളിക്കരുത്, ഞാൻ റിസൈൻ ചെയ്തായിരുന്നു ജോലി. എക്സ് പോലീസാണ്. ഈ പടം ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയാണ്. നിങ്ങൾ ഇതുവരെ കാണാത്തൊരു ചാക്കോച്ചൻ്റെ പെർഫോമൻസ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ആണ്. നല്ല പ്രതീക്ഷയുണ്ട്. എനിക്ക് തോന്നുന്നു ജോസഫ് ഇഷ്ടപ്പെട്ട പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. നായാട്ടോ ഇവിടെ കുഞ്ചുറ പോലുള്ളതല്ല, കുറച്ചുകൂടെ കൊമേഴ്സ്യൽ, എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന രീതിയിൽ സിനിമയാണ്. എല്ലാവരും കാണുക. താങ്ക് യു. യെസ്, നമ്മുടെ താങ്ക് യു സോ മച്ച് സർ. ആൻഡ് പ്രിയാജിക്ക് പോകാൻ ടൈമായി. സോ ഒരു ബായ് എങ്കിലും പറയുമോ? 20th കാണാമെന്ന് പറയുമോ? സോ താങ്ക് യു സോ മച്ച് പ്രിയാജി, ആൻഡ് വി ഓൾ ലവ് യു. അപ്പോൾ നമ്മുടെ ഡയറക്ടറിനെ വിളിക്കണ്ടേ? ഡയറക്ടർ പ്ലീസ്. ചാക്കോസിനെ ഈ സ്റ്റേജിൽ നിർത്തിക്കൊണ്ട് തന്നെ, ഈ ടീമിനെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഡയറക്ടർ സംസാരിക്കണ്ടേ? ഈ ഡയറക്ടറിനെ കുറിച്ചിട്ട് ഞാൻ വേറൊരു കാര്യം ജഗദീഷ് ഏട്ടൻ പറയുന്നത് കേട്ടു. ഹലോ പറയുന്നതിന് മുമ്പ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ജഗദീഷ് ഏട്ടാ ചാക്കോസോ എന്ന് വിളിക്കുന്നത് എന്നുള്ളത്. സോ ആ ഒരു എക്സൈറ്റ്മെന്റ് സംസാരിക്കില്ലാന്ന് ഇതൊക്കെ കണ്ടുപിടിച്ചുണ്ടോ ആർക്കെങ്കിലും? ചില സിനിമകളിലൊക്കെ അത്യാവശ്യം പേടിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. നായാട്ടിൽ തന്നെ എന്നെ തെളിവിളിക്കുന്ന സീനിയറാണ് അദ്ദേഹം. നായാട്ടിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലവീഴ പൂഞ്ചിറ, ഇരട്ട, അതിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വ്യക്തിയാണ്. വർഷങ്ങളായിട്ട് സിനിമ ഫീൽഡുള്ള ആളാണ്. ഓർഡിനറി എന്ന സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ആ കാലഘട്ടം മുതൽ എനിക്കറിയാവുന്നതാണ്. അപ്പോൾ നല്ല സിനിമകളുടെ കൂടെ സഞ്ചരിക്കാൻ എന്നും ആഗ്രഹിച്ചിട്ടുള്ള, അതിനുവേണ്ടി ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് 20-ാം തീയതി ഓഫീസർ ഡ്യൂട്ടി വരുമ്പോൾ അത് ജിത്തു അഷ്റഫ് ഡ്യൂട്ടി ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ആ ഒരു വിശ്വാസമുണ്ട്. കാരണം അത്രയ്ക്ക് എഫേർട്ടും ക്രിയേറ്റിവിറ്റിയും ഈ സിനിമയുടെ മുന്നിലും പിന്നിലും സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ വാല്യൂ നോക്കുകയാണെങ്കിലും അത് സിബി ഷാവറ, അതേപോലെ തന്നെ മാർട്ടിൻ പ്രക്കാട്ട്, രഞ്ജിത്ത് നായർ, ഇവരൊക്കെ ചേർന്നിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല സിനിമകൾക്ക് വേണ്ടി നിലനിന്നിട്ടുള്ള പ്രൊഡ്യൂസേഴ്സാണ് അവർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓഫീസർ ഡ്യൂട്ടിയും ആ രീതിയിൽ, ആ തരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയിൽ മാറുമെന്ന് വിശ്വസിക്കുന്നു. ജിത്തു ഒന്നും പറയണ്ട, സിനിമ സംസാരിച്ചത് ഡയറക്ടർ ഞാൻ സംസാരിക്കാൻ വിളിക്കുന്നു. സംസാരിച്ചത് 20-ാം തീയതി എല്ലാവരും വന്ന് തിയേറ്ററിൽ നിന്ന് സിനിമ കാണുക. താങ്ക് യു. ഓക്കെ, സോ ഡയറക്ടർ വേണ്ടിയിട്ട് സംസാരിക്കാൻ വിളിക്കുന്നത് മൈക്കൊക്കെ തന്നിട്ട് പോയി. നമുക്ക് ഇവിടുന്ന് നമ്മുടെ ടീമിന് അവർ ഭയങ്കര ടെററായിട്ടാണ് വന്നത്, പക്ഷെ കണ്ടിട്ട് ഭയങ്കര പാവ പിള്ളേരെ പോലെ ഉണ്ട്. സോ നമുക്ക് അവിടുന്നേ തുടങ്ങാം. അവർക്ക് എങ്ങനെയാണ് ഈ ടീമിന്റെ വിശേഷം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അവർക്ക് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് കേട്ടോ. നമസ്കാരം. ഞാനിതത് ടെറർ ലുക്കല്ല, ഓഫീസറിൽ വൺ ഓഫ് ദ ഓഫീസറാണ്. വളരെ എക്സൈറ്റഡ് ആണ് സിനിമ തിയേറ്ററിൽ വരുന്നതിൽ. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഹായ്, മൈ നെയിം ഈസ് ലയ. എൻ്റെ ആദ്യത്തെ പടമാണിത്. ഹായ് എവരിവൺ, എൻ്റെ പേര് ലയ. ആദ്യത്തെ പടമാണ്. കുറേ ഇടിയൊക്കെ കൊണ്ട് ചാക്കോച്ചൻ്റെ കുറേ അങ്ങോട്ടും കൊടുത്തു. ഒരു വില്ലനായിട്ടാണ് ഈ പടത്തിൽ വരുന്നത്. ആൻഡ് വെരി എക്സൈറ്റഡ്. ഹോപ്പ് യു ഓൾ ലവ് ഇറ്റ്. ഗോ വാച്ച് ഫ്രം ദി ട്രെയിലർ. ഹലോ മാഡം, ഈ പിള്ളേരുടെ തനി ശരിക്കുള്ള സ്വഭാവം എന്താണെന്നുള്ള സിനിമ കാണുമ്പോൾ മനസ്സിലാവും. നിങ്ങളുടെ ചാക്കോച്ചനാണോ പാവം, അതോ ഇന്നലെ വന്ന ഈ കുട്ടിയാണോ പാവം എന്നുള്ളത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ചാക്കോച്ചൻ തന്നെ പാവം. ചാക്കോച്ചനെ കൊണ്ട് ഒരു ഡാൻസ് കൂടി കളിപ്പിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ. ഹായ്, എൻ്റെ പേര് രമ്യ രാംസി. And I'm actually Canada Linde. So thank you so much TXP Joy sir for this opportunity. I got to sing the Spanish part in the film. And everyone, Feb 20th is releasing, so I hope to see you guys all in the theater. Thank you. ഇനി നമ്മുടെ ചക്കീനെ വിളിച്ചാലോ? ഹായ്, എൻ്റെ പേര് ദലിവാന ഷെറിൻ. എന്ത്
ചാക്കോച്ചന് മാത്രമേ അത്ര ഒച്ച കൊടുക്കുള്ളൂ. അതെ, ഞാൻ ചാക്കോച്ചന്റെ മോളാണ്. എനിക്ക് വിഷമയ എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ. അപ്പോൾ ഹായ് എല്ലാവർക്കും. ഞാൻ വലിയൊരു ഗ്യാപ്പിന് ശേഷം പിന്നെ ചെയ്യുന്ന മൂവിയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പം ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമ കഴിഞ്ഞ് അതിലെ വില്ലന്മാരുമായിട്ട് ഇത്രയും കൂട്ടാവുന്നത്. എനിക്കിപ്പോൾ അവരില്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തായാലും അത്രയും നല്ലൊരു ക്രൂ നമുക്കുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവരും 20th റിലീസാണ്. പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ബാക്കി പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാം. Definitely. Thank you so much, Meenuti. And come on, beautiful eyes. ഹലോ നുനു, എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ വന്ന് ഞങ്ങളെ കാണാൻ വന്നു. ഞങ്ങളുടെ ഓഡിയോ ലോഞ്ചിൽ നല്ല രീതിയിൽ ഞങ്ങളുടെ വേണ്ടി കോപ്പറേറ്റ് ചെയ്തു. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ മൂവി 20th റിലീസാണ്. എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. ആൻഡ് ഇതിലും നല്ല കാസ്റ്റ് ആൻഡ് ക്രൂ എനിക്ക് വേറെ കിട്ടാനില്ല. സോ നിങ്ങൾക്ക് നല്ലൊരു സർപ്രൈസ് തന്നെ ആയിരിക്കും ഞങ്ങളുടെ മൂവി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കണ്ട് അഭിപ്രായം പറയാം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. Okay, next. നമ്മുടെ ഉണ്ണിലാലും. Come on. ഹലോ, നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നിൽക്കാൻ പറ്റിയില്ല, സ്റ്റേജിൽ നിൽക്കാൻ പറ്റിയില്ല. സത്യം പറഞ്ഞാൽ പണ്ട് ഇവിടെ ഈ ലുലുമാളിൽ ഞാൻ സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്നത്, പണ്ട് ഇപ്പോഴും സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. അപ്പം ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ വരുന്ന സമയത്ത് ഞാൻ ഷോർട്ട് ഫിലിംസും വെബ് സീരീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. ആ സമയത്ത് ഇവിടെ പല പടങ്ങളിൽ ലോഞ്ച്, ഇതേപോലെ വലിയ ലോഞ്ച് ഉണ്ടാവും. അപ്പം ഞാനങ്ങനെ നോക്കിയിട്ട് പക്ഷേ നമ്മളൊരു പടം ചെയ്യുന്നത് ഇവിടെ ഉണ്ടാവുക എന്നാലോചിച്ച സമയമുണ്ടായിരുന്നു. സോ ദിസ് ഈസ് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള മൊമെൻ്റാണ്. ഈ ഒരു സ്റ്റേജിൽ ലുലുവിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക. ഈ ഒരു പിക്ചർ ഞാൻ ഭയങ്കര ആഗ്രഹിച്ചാണ്. അതിലെനിക്ക് ദൈവത്തിനോട് നന്ദിയുണ്ട്. പിന്നെ എൻ്റെ ഈ ടീം, മാർട്ടിൻ ചേട്ടൻ, ചിത്തു ചേട്ടൻ, ചാക്കോച്ചൻ, അതേപോലെ എല്ലാവരും ഈ സിനിമയിലുള്ള ജിനി ചേട്ടൻ, എല്ലാവരോടും വലിയൊരു നന്ദി ഞാൻ പറയുകയാണ്. നമുക്ക് ഒരുപാട് നല്ല നല്ല സിനിമകൾ തന്ന ഈ ടീമിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അതേപോലെ ഒരു നല്ല സിനിമയായിരിക്കും നിങ്ങൾക്ക് ഈ ഫെബ്രുവരി 20 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഈ സിനിമയിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ പോലീസാണ്, കോപ്പാണ്. അല്ല സോറി, കോപ്സാണ്. പോലീസാണ്. അപ്പോൾ ഞങ്ങളുടെ ഓഫീസർ ടീമുള്ള ആൾക്കാരാണ്. ഞാൻ വില്ലനല്ല, എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. എല്ലാവരും സിനിമ വന്ന് തിയേറ്ററിൽ കാണാം. ലവ് യു ഓൾ. യെസ്, വിഷ്ണു. ഹായ്, എൻ്റെ പേര് വിഷ്ണു. സോ ഫെബ്രുവരി 20th നമ്മുടെ പടം റിലീസാവുകയാണ് ഇവിടെ. ഒന്നാമത് ഇത്രയധികം ആളുകളുടെ വരുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. ബട്ട് ഐ എം വെരി ഹാപ്പി. നിങ്ങളെല്ലാവരും ട്രെയിലർ കണ്ടു, വീഡിയോ കണ്ടു. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. അതിലുള്ള പോലെ തന്നെ മാക്സിമം പൊളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഐ ഗെസ് 20th നിങ്ങളെല്ലാവരും ഡിസൈഡ് ചെയ്യേണ്ടതാണ്. ആൻഡ് ഐ ഹോപ്പ് യു വിൽ ഗീവ് us genuine suggestions. ആൻഡ് എല്ലാവരോടും പറയും, I hope you all will go on 20th Feb. And thank you so much. ഹായ് ലുലു, എൻ്റെ പേര് വൈശാഖ് എന്നാണ്. വിശാഖ് അല്ല, വൈശാഖ്. ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും കൺഫ്യൂഷനാണ് പേര്. ഞാനിതിലൊരു പോലീസ് കഥാപാത്രമാണ് ചെയ്യുന്നത്. ചാക്കോച്ചൻ്റെ കൂടെയുള്ള ഒരു പോലീസ് ഓഫീസറാണ്. ഈ ക്രൂ ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവർ ചെയ്ത സിനിമകളൊക്കെ ഇവിടെ ഓൾറെഡി പറഞ്ഞതാണ്, അതിൻ്റെയൊക്കെ ഫാനാണ്, ചാക്കോച്ചൻ്റെ ഫാനാണ്. അപ്പോൾ ഈ ക്രൂവിനോട് ഈ സിനിമ ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ്. ഫെബ്രുവരി 20th ഫിലിം റിലീസ്. അഗെയിൻ ഓർമ്മിപ്പിക്കുന്നു, പ്ലീസ് ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. താങ്ക് യു. സോ താങ്ക് യു സോ മച്ച് ടീം. നമ്മുടെ ചാക്കോച്ചിന് പോവാൻ ടൈമായി. ബിക്കോസ് നമ്മൾ വരുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗസ്റ്റിന് ചെറിയൊരു ഡിലേ പറ്റി. അപ്പോൾ ചാക്കോച്ചൻ പോകുന്ന മുമ്പ് ഒരോളത്തിലൊരു പാട്ടിടട്ടെ. ചാക്കോച്ചൻ വിയർത്തു. ചാക്കോച്ചൻ സ്നേഹം വരാം. ഒരു പാട്ടിട്ട് ചിലപ്പോൾ വേണ്ട, ചാക്കോച്ചൻ വിയർത്തു എന്ന്. പക്ഷെ പ്ലീസ് ഒരോളം പാട്ടിട്ടോ. ചാക്കോച്ചൻ അത്രയൊന്നും കളിക്കട്ടെ. ചേട്ടന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഭയങ്കര വെയിറ്റിംഗിലായിരുന്നു. സോ നമ്മുടെ ഓഡിയോ ലോഞ്ചിൽ
ചാൻസ് കൊടുത്ത് ഞാൻ എന്തിനാ ലേറ്റ് ആയെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കളയും കേട്ടോ. ഓക്കെ ചേട്ടാ ഡയറക്റ്റ് പാട്ട് കേൾക്കാം നമുക്ക്. പാട്ട് കേൾക്കാം. അതിന് മുമ്പ് നമ്മൾ ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവർക്കൊക്കെ ഒരു ഹായ്. ഹായ് എല്ലാവർക്കും ഹായ്. ചാക്കോച്ചൻ്റെ ഫ്ലൈറ്റ് സമയമായി. ഞാൻ ഫ്ലൈറ്റ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ നേരെ എയർപോർട്ടിൽ നിന്ന് വന്ന് വേറെ റെഡിയായി വന്നു. പക്ഷേ ഈ ഒരു പാട്ട് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവായിട്ട് തന്നെ കേൾപ്പിക്കണം എന്ന് ജെയ്ക്സിൻ്റെയും ഞങ്ങൾക്ക് ഒരു ആഗ്രഹമായിരുന്നു. ഇവിടെ മോളിൽ സൗണ്ട് വൈസ് ഒക്കെ ഭയങ്കര എക്കോ ഒക്കെ ഉണ്ടെങ്കിലും ലൈവായിട്ട് എന്തായാലും പാടണം എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം. ആദ്യമായിട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ സോ ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ സൗണ്ട് ഗുഡ്. പക്ഷേ തീർച്ചയായിട്ടും ഇറ്റ് വിൽ മേക്ക് യു ലിസൺ ടു ദ സോങ്. ആൻഡ് ഈ ആഴ്ച അടുത്ത ആഴ്ച വരുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി കാണാൻ ഇപ്പോൾ ഇത് വേറൊരു മറ്റേ പഴയ ചാക്കോച്ചനായിട്ട് പിന്നെയും നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയായിരുന്നു. പക്ഷേ ഇറ്റ്സ് ഓൾവേസ് എ പ്ലഷർ സിംഗിങ് ഫോർ ഹിം ബിക്കോസ് ഈസ് വൺ ഓഫ് ദ ഫസ്റ്റ് പീപ്പിൾ ദാറ്റ് ഈ ഇൻഡസ്ട്രിയിൽ ഞാൻ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഞങ്ങളൊരു ട്രിപ്പ് ഒരു പ്രോഗ്രാം അങ്ങനെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ചാക്കോച്ചനാണ്. സോ ആഫ്റ്റർ എ ലോങ് ടൈം ഇങ്ങനെ ഒരു പാട്ട് ടു ഫോർ അനദർ ഫ്രണ്ട് and music director who's rocking this industry right now, Jakes Bijoy, who's giving us so many wonderful songs. ഞങ്ങളത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ച് ടെൻഷനായിരുന്നു. പക്ഷേ eventually we got it and we were very happy about it, both of us, and even the director Jitin and all of us excited. So നിങ്ങളെ കേൾപ്പിക്കാം. റെഡിയല്ലേ? എല്ലാവരും റെഡിയല്ലേ? ഈ പാട്ടിന് മ്യൂസിക് ഡയറക്ടറിനെ കൂടി ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. മ്യൂസിക് ഡയറക്ടർ. ആൻഡ് ഈ പാട്ടിലുള്ളത് ഇഫ് ഐ ആം നോട്ട് റോങ് ഒരു ഫാമിലി സോങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. സോ 2 പിള്ളേരും കൂടി വന്നോ ചാക്കോച്ചൻ്റെ? ഡാഡിയുടെ അടുത്ത് നിന്നോളൂ. ഡാഡിയുടെ പൊന്നുമക്കൾ 2 പേരും നിന്നോളൂ ഡാഡിയുടെ അടുത്ത്. യെസ്. സോ നമ്മൾ ഇത്രയും ബ്യൂട്ടിഫുൾ സോങ്സ് നമുക്ക് തന്ന് ഈ സൈഡിലേക്ക് ഒന്ന് ഫ്രണ്ടിലേക്ക് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ നമുക്ക് ഒരുപാട് ബ്യൂട്ടിഫുൾ സോങ്സ് തന്നിട്ടുണ്ട്. നേരത്തെ ഒരു ഭയങ്കര ഫീച്ചറുള്ള ഒരു സോങ് നമുക്ക് തന്നു ട്രെൻഡിങ് ആവാനായി. സോ എന്താണ് പറയാനുള്ളത്? വി ഓൾ ലവ് യുവർ മ്യൂസിക് ഫസ്റ്റ് ഓഫ് ഓൾ. താങ്ക് യു സോ മച്ച്. പറയാനുള്ളത് ഈ ടീം എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു ടീമാണ്. മാർട്ടിൻ ചേട്ടൻ, ജിത്തുഭായി, ഞങ്ങൾ ഇരട്ട ചെയ്തു. അപ്പം എനിക്കൊരു അൺലേണിങ്ങും ലേണിങ്ങും എല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ് ഇവരോട് വർക്ക് ചെയ്യുന്നത്. കാരണം നല്ല പാടാണ് ഒരു സാധനം വർക്കൗട്ട് ചെയ്തെടുക്കാൻ. അപ്പം ചില പെട്ടെന്ന് അപ്രൂവ് ആവും. പക്ഷേ ഇവരുടെ ഒരു കഠിനാധ്വാനമാണ്. പക്ഷെ അതിൻ്റെ എൻഡ് റിസൾട്ട് വളരെ സാറ്റിസ്ഫൈങ് ആയിരിക്കും. അപ്പോൾ ഈ പടം അങ്ങനെ തന്നെയാണ്. ഇപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇപ്പോഴത്തെ കഴിഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. Feb 20th and വിജയുടെ ഈ പാട്ട് ഇറ്റ്സ് വെരി ക്ലോസ് ടു ബോത്ത് ഓഫ് us. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു ഈ പ്രോസസ്സ്. കമ്പോസ് ചെയ്ത് ഫസ്റ്റ് എനിക്കൊന്ന് ജിത്തുപോയി സജസ്റ്റ് ചെയ്ത് വിജയനെ കൊണ്ട് തന്നെ പാടിക്കണമെന്ന് പാട്ട് അയച്ചു കൊടുത്ത് വിജയ് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റുഡിയോയിൽ വരാൻ സമ്മതിക്കുകയും പാടുകയും ചെയ്തു. ഓവർ ടു വിജയ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് നമ്മുടെ സെക്കൻഡ് സോങ് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ 2ാമത്തെ പാട്ട് നമുക്ക് ലൈവായിട്ട് കേൾക്കാം. റെഡി? എല്ലാവരും ടയർഡായോ? റെഡി? യെസ്. Okay, let's go.
വിജയേട്ടാ ഭയങ്കര ഫീലുള്ള ബ്യൂട്ടിഫുൾ സോങ്. I think ഞങ്ങൾ കുറേ നല്ല പാട്ടുകൾ I think Ranam, you know, so many songs that we've done in recent times, Padua, and you know, like all different melodies and different emotions, and I think this one just triggered immediately something beautiful for both of us, and അത്ര തന്നെ, വേറെ ഒന്നുമില്ല പറയാം. നിങ്ങൾ എന്തായാലും പാട്ട് കേൾക്കുക, ഈ സിനിമ പോയി കാണാൻ തിയേറ്ററിൽ. താങ്ക് യു. താങ്ക് യു സോ മച്ച് വിജയ് ചേട്ടാ. ലൈവായിട്ട് കേൾക്കുമ്പോൾ ഭയങ്കര സുഖം ഉണ്ടായിരുന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? നൈസ് നോ? ഇല്ല, ഞങ്ങൾ കേട്ടു, ഭയങ്കര രസമുണ്ടായിരുന്നു, ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ചേട്ടാ. സോ ഞാൻ ഈ ടീമിനെ എല്ലാവരെയും ബാലൻസ് അല്ല, നമ്മുടെ ചാക്കോച്ചൊക്കെ പോയി ബാക്കിയുള്ളവരെയൊക്കെ ഒന്ന് നമ്മുടെ യങ് ടീമിനെ ഒന്ന് സ്റ്റേജിലേക്ക് ഒരിക്കൽ കൂടി വിളിക്കുന്നു. അവർക്ക് എന്നെ കാണുന്നില്ല ഡാൻസ്. സോ ഇനി നിങ്ങളുടെ ഡാൻസ് ആണ് കാര്യം. ഓക്കെ, സോ അപ്പൊ ഓഫീസ് റോഡ് ഡ്യൂട്ടി ഈ സോങ് ആരും യൂട്യൂബിൽ ഇടരുത്, അതിന്റെ റൈറ്റ്സ് ഇഷ്യൂ ഉണ്ട്. സോ ഓഫീസ് റോഡ് ഡ്യൂട്ടി ഓൺ February 20th. Guys, Office on Duty, Feb 20th. Thank you so much.